തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. പുലർച്ചെ 3:55 പ്രകമ്പനമുണ്ടായത്. കുന്നംകുളം, വടക്കാഞ്ചേരി, എരുമപ്പെട്ടി, വേലൂർ, തൃത്താല മേഖലകളിലാണ് പ്രകമ്പനമുണ്ടായത്. ഇന്നലെയും ഈ മേഖലകളിൽ ഭൂചലനമുണ്ടായിരുന്നു. ഇന്ന് ഏതാനും സെക്കൻഡുകൾ മാത്രമുണ്ടായ ഭൂചലനത്തിൽ തീവ്രത രേഖപ്പെടുത്തിയിട്ടില്ല. വരും ദിവസങ്ങളിലും തുടർചലനങ്ങൾ പ്രതീക്ഷിക്കാമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഞങ്ങൾ പരിശോധിച്ചിരുന്നു. ദുരന്ത നിവാരണ വകുപ്പ് തന്നെ പരിശോധിച്ച് പ്രത്യേകമായിട്ടുള്ള റിപ്പോർട്ട് വളരെ വേഗത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായതിനു പുറമെ ഇന്ന് പുലർച്ചെ 3:55 കുന്നംകുളത്തിനപ്പുറത്ത് എരുമപ്പെട്ടി, വേലൂർ എന്നിവിടങ്ങളിലും പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിലും ഒരു ഭൂകമ്പം അനുഭവപ്പെട്ടു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഉണ്ടായിട്ടുള്ള ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ 3 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 വരെ രേഖപ്പെടുത്തിയ ചലനങ്ങളെ പൊതുവായിട്ട് വരികയുള്ളൂ. എന്നാൽ ഇന്ന് പുലർച്ചെയുള്ള ചലനം റിക്ടർ സ്കെയിലിൽ 3-ൽ വളരെ താഴെയാണെന്നുള്ളത് കൊണ്ടായിരിക്കും ആരും അറിയാതെ വലിയ റിയാക്ഷൻ ഇല്ലാതെ പോയത്. 5-ന് മുകളിൽ വന്നാലാണ് കുറച്ചുകൂടി ഗൗരവമായിട്ടുണ്ടാവുക. അപ്പോൾ അത് അത്രമാത്രം ഭീകരമായൊരു ചലനമല്ല. ആശങ്കയുടെ പ്രശ്നമില്ല. അപ്പോൾ ഭൂചലനവുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഒരു ആശയവിനിമയം നടത്തിയപ്പോൾ വലിയ അപകടമില്ലാത്ത വിധത്തിൽ 3-ൽ താഴെ വരുന്ന വിധത്തിൽ ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടായി പോകുന്നത് വലിയ മർദ്ദം ഒരുമിച്ച് വരാതിരിക്കാൻ ഏറ്റവും ഗുണകരമായിരിക്കും.